നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സൺഡേ നിങ്ങൾക്ക് വേണ്ടി ലേറ്റാ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. ലേറ്റാ തന്നെ റെക്കോർഡും ചെയ്തു. അമ്മയായിരുന്നു ബുസ്വാനം ഇട്ടിരിക്കുന്നു. നമ്മൾ സന്തോഷത്തോട് നോക്കിയായിരുന്നു. എല്ലാവരും എന്തെങ്കിലും പറയും സംസാരിക്കും എന്ന് നോക്കിയിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ല. എല്ലാ 5 വർഷ സ്കീം, 10 വർഷ സ്കീം, 15 വർഷ സ്കീം, 25 വർഷ സ്കീം ഇട്ടിരിക്കുന്നു. സർ നിങ്ങളല്ലേ സർ എല്ലാം ലോങ് ടേമിൽ നോക്കണമെന്ന്? അതെ, അത് കാരണം ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2047 ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നു. ഈ മാസത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യാൻ പോകുന്നു, അത് കാര്യം കുറിച്ച് ഒന്നുമില്ല. ആകെ മൊത്തത്തിൽ ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. ഈ ലാസ്റ്റ് ആയിട്ട് ടിങ് എന്ന് ടെയിൽ എന്ന് പറയും. ഈ പോറ പോക്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ STTനെ 3 ടൈം കയറ്റി വിട്ടിരിക്കുന്നു. നിങ്ങൾ ഈ 0.05 ഒക്കെ വിട്ടോ. ഈ ഫ്യൂച്ചേഴ്സിൽ നമ്മള എന്ത് കോൺട്രാക്ട് എടുത്താലും 1 കോടി ആകും. 1 കോടിക്ക് 2000 രൂപ ഇരുന്ന ടാക്സിന് 1 കോടിക്ക് 5000 രൂപ ആക്കിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും നമ്മൾ സൂതാടി ഗോൾ വിടുന്നു 3 സീറ്റിനും കളിച്ച്. അവൻ കോർപ്പറേറ്റ്സിനൊക്കെ ഒരുപാട് ടാക്സ് കെട്ടാൻ പറ്റുന്നില്ല. ചേർത്ത് വെച്ച് മങ്ങത്തെ കളിക്കാൻ ഞങ്ങളെടുത്ത് കെട്ട് എന്ന് ചെയ്തിരിക്കുന്നു. ഉടനെ ഗ്രോസ് സ്റ്റോക്ക് 10% കാലി, ഏഞ്ചൽ 1 10% കാലി, BSC 12% കാലി. ഏത് പേസ് ലിസ്റ്റ് ചെയ്തു, അപ്രൂവലൊക്കെ വാങ്ങിയായിരുന്നു. അതും കിടപ്പിലായി, മാർക്കറ്റിലെ കിടപ്പിലായി. വെള്ളിയുടെ പുറകെ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തറിയാൻ വെള്ളിനെ കുറിച്ച്? വെള്ളി ഈസ് ന്യൂ ഗോൾഡ്. ഇല്ല സാർ, ഞങ്ങൾ മാറി കോപ്പറിന് വന്നു. വെള്ളി ഈസ് ന്യൂ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ഇട്ടിരിക്കുന്നു. 4 ലക്ഷത്തിലിരുന്ന് ഇന്ന് 2,80,000 രൂപ നിങ്ങൾ വാങ്ങാൻ ണമെങ്കിൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ 2,70,75,000 രൂപ. ഫ്രണ്ടൊക്കെ ഇല്ലെങ്കിൽ 2,60,000 രൂപ. ആരും വാങ്ങൂല. എന്തെന്ന് വെച്ചാൽ നാളെ കാലത്ത് പിന്നെ തിരികെ ഇറങ്ങും. ഇത് കാരണമാണ്. മനപ്പുറമൊക്കെ ഇന്നും കിടപ്പിലായി. എന്തെന്ന് വെച്ചാൽ ബെയിൻ ക്യാപിറ്റലിൽ നിന്ന് ഇന്നും അപ്രൂവൽ വന്നില്ല. അതായത് ബെയിൻ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു എന്നാൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ കമ്പനി ഒരു NDSC തന്നെ വച്ചിരിക്കാൻ പറ്റും. ഒരു ടൈഗർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനി വച്ചിരിക്കുന്നു. അതിനെ വിൽക്കണം. ഇതിനെ പോയി RBIയിൽ ചോദിച്ചിരിക്കുന്നു. ഞാൻ വിൽക്കാൻ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പെറ്റീഷൻ ബെയിങ് ഇട്ട് പെൻഡിങ്ങിലിരിക്കുന്നു. പെൻഡിങ് ഫയലിൽ ഇട്ട് വച്ചിരിക്കുന്നു അതിന്. ഇതാണ് കാര്യം. ഇപ്പം തങ്കമയിൽ 6% ഡൗൺ. എന്നെ ഒരാൾ വിളിച്ചായിരുന്നു, നമ്മളെ ഫ്രണ്ട്. പട്ടാസ് ലിസ്റ്റിൽ എല്ലാം വിളിഞ്ഞിരിക്കുന്നു സാർ. ഇതിന് കൈവയ്ക്കണമെന്ന് അറിയുന്നില്ല സാർ. പെട്ടെന്ന് ആ ലിസ്റ്റിനെ എടുത്തു സാർ. ലാത്തിൽ 1-2 എന്ന് ഇട്ട് വാങ്ങിയിരിക്കുന്നു സാർ. പറഞ്ഞു വിഷമിക്കേണ്ട, ഇന്ന് നോക്കിയിട്ട് റെസ്റ്റ് എടുത്താൽ മതി. നമുക്ക് ഇന്നും ഇടാൻ ചാൻസസ് ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്ന് FIA ഹോളിഡേ തന്നെ ബാറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ വരും. FIA വിസിൽ ഊതിയോണ്ടേ വരും. ഇന്ന് ITC ഓൾ ടൈം ലോ എന്ന് പറയുമ്പം 150 പോയില്ല. ഇപ്പോൾ റീസെൻറ്റ് ടൈമിൽ ലോ. എന്തെന്ന് വെച്ചാൽ ഇന്നലിരുന്ന് തന്നെ 1,000 ടാക്സ് വരുന്നു. ഇന്നലിരുന്ന് CGP നല്ലത് ചെന്നിരിക്കുന്നു. സ്മഗ്ലിംഗ് സ്റ്റാർട്ട് എന്ന് ഇടും. എന്ത് റേറ്റ് കൊടുത്താലും 50% തരാമെന്ന് പറയുന്നു. സിഗരറ്റ് അയിന സിഗരറ്റാണ്. സോ ഇതാണ് ഇന്നുള്ള സെറ്റപ്പ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കൊക്കെ വലുതായിട്ട് വിടുന്നില്ല. അടിച്ച ഈ മരണ അടി വന്നിട്ട് പബ്ലിക് സെക്ടർ ബാങ്കിനാണ്. എനിവേ വിഷ്ണു എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും, നോക്കാം. ഇതാണ് ക്യൂ ഇന്ന്. ബഡ്ജറ്റൊക്കെ തീർന്നതിന് ശേഷം 4:30 മണിക്കാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇൻകം ടാക്സിൽ എന്തെങ്കിലും ചെയ്യുമോ? നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെക്കുലേഷൻ ഇരിക്കുമോ? പറഞ്ഞു സാർ. എന്ത് പറഞ്ഞു നിന്റെ അടുത്ത്? അറിഞ്ഞു സാർ. ഇന്നലെ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ഇല്ല, അതൊക്കെ ചെയ്യത്തില്ല, അതൊക്കെ ജോലിക്കാകത്തില്ല, അതൊക്കെ വളരെ മുട്ടാൾത്തനമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതും ഞാൻ പറഞ്ഞു. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ 8 മണിക്കും കാത്തിരിക്കാം. അല്ലെങ്കിൽ നല്ല ന്യൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വരും. വേറെ ആരും നല്ല ന്യൂസ് ഒന്നും തരാൻ പറ്റൂല. ഇപ്പോൾ റീസെൻറ്റ് റേസിൽ, അതായത് ഇന്നലെ തന്നെ ഒരു വീഡിയോ നോക്കിയിട്ട് എനിക്ക് 3-4 പേര് കോൾ ചെയ്തായിരുന്നു. ഒരു ഗോൾഡ് വാങ്ങാമ്മ, ഇപ്പോൾ എന്താണ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചായിരുന്നു സാർ. എങ്കിൽ ഇന്നും താഴെ വിലുമ എന്ന് ചോദിച്ചായിരുന്നു. ഗോൾഡ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല. അടുത്ത പ്രൈസ് 10-12-5 ആണ്. ഇവിടെ ഇപ്പോൾ കൂടുതൽ കയറി. പോയ ആഴ്ചയിൽ കയറി ഇറങ്ങിയതിൽ -1% തന്നെ ഇപ്പോൾ ഇടിക്കുന്നു. ഇതിനൊക്കെ പേടിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളിന്ന് ഞാൻ പറഞ്ഞായിരുന്നു തൊടരുത് എന്ന്. തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഷോക്ക് അടിക്കും. വെള്ളി ഇന്നും $50 വരയ്ക്കും പോകുമെന്ന് JP മോർഗന്റെ ഒരു ഇത് വന്നിരിക്കുന്നല്ലേ സാർ? ഞാൻ പറഞ്ഞത് 50%. $50 വന്നു സാർ. 20-ന് 50-60 വരെ വരാൻ ചാൻസസ് ഇരിക്കുന്നു. 50-ക്ക് 60-ക്ക് എന്താണ് ഡിഫറൻസ്? $50 80s ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? $50 അത് $5 വന്നു എന്ന്. അതുപോലെ തന്നെ ഇതും. ഇന്നിരിക്കുന്ന $50 ഇന്നിരിക്കുന്ന $50 റുപ്പി വാല്യൂവിൽ ഡിഫറൻസ് ഇരിക്കാം. ബട്ട്
അങ്ങനെ നോക്കുമ്പോൾ സിൽവറിന്റെ പ്രൈസ് JP Morgan പറയണത് വെച്ച് നോക്കുമ്പോൾ 1980s പോകേണ്ട ചാൻസ് ഇരിക്കുന്നു. 1980 വരയ്ക്ക് റുപ്പി അറിയത്തില്ല. ബട്ട് ശരിയാ അടിക്കുവാണെങ്കിൽ $120 34 $40 വരയ്ക്കും പോകും. 120 120 പീക്ക്. പീക്ക് 36 ഇടയ്ക്ക് വന്ന് തന്നെ ബൗൺസായി 45 വരയ്ക്കും പോകും. മാർക്കറ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഫ്രണ്ട് പറഞ്ഞതായിട്ട് പറഞ്ഞായിരുന്നു. അട്ടാസ് ലിസ്റ്റിൽ ആൾമോസ്റ്റ് എല്ലാം ഡൗണിലിരുന്നു. ബട്ട് എന്തായെന്നാൽ സത്യത്തിൽ എതിനെയാണ് കൈവയ്ക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. സോ എതിനെയും തൊടാതായിരുന്നു. ആര് നീയാ? നാളെ ഒരു ദിവസം ഇരിക്കുന്നില്ല, നിനക്ക് നോക്കാം. ഗമയിൽ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അത് ഇറങ്ങിയോണ്ടേയിരുന്നു. പിന്നെ ഈ സൈഡ് വന്ന് ടൈറ്റൻ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് തങ്കമയിൽ 5-ൽ 3% വന്നിരുന്നു. ഇവിടെ ഞാൻ ഇവിടെയും മാറ്റി മാറ്റി നോക്കി, എതിലും കൈവയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അൻസിനി നാളെ തിരികെ തരും. എന്താണ് നീ വിഷമിക്കുന്നത്? ഇത് ബീസും ഇറങ്ങിയോണ്ടേ ഇരിക്കുന്നു. ITC ഞാൻ ആദ്യം തീർക്കാം സർ. ഈസി ഒരു 4% വിളിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഇരുന്നാണ് ദമിന്റെ വില കൂടുതൽ. അല്ല, വരയ്ക്ക് പുലി വരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് പുലി വന്നിരിക്കുന്നു. അങ്കമയിൽ ഒരു 5% വിളിഞ്ഞിരിക്കുന്നു സർ. വിളട്ടും. ഇപ്പോൾ ടൈറ്റന് പറയുമ്പോൾ സർ ഈ പ്രൈസ് ടേണിങ്സ് പറയുന്നല്ലേ ഇത് കോസ്റ്റ്ലി എന്നൊക്കെ. ഗമയിൽ നിന്നും അറൌണ്ട് 40+ ഇരിക്കുന്നല്ലേ സർ. 90 ടൈംസ് 70 ടൈംസ് ആണ് നോക്കേണ്ടത്. 40. പക്ഷെ ഇത് ഇന്നും കുറച്ച് താഴെ ഇറങ്ങും. ഇന്നത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്കമയിലിന് റൺവേ കൂടുതൽ ഇരിക്കുന്നു. റിലയൻസും ഒരു 4-5% ഇറങ്ങിയിരിക്കുന്നു സർ. റിലയൻസിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഈ കണക്കൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോകുന്ന 5 രൂപ 10 രൂപയ്ക്ക് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഇരിക്കുന്നു എന്ന് തേടി കണ്ടുപിടിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒരു 50 കോടി ഇടാൻ പോകുന്നു എന്നാൽ ഞാൻ ബാലൻസ് ഷീറ്റിനെ അനലൈസ് ചെയ്യാം. ഇടാൻ പോണത് 5 രൂപ 10 രൂപ. ഞാൻ ഇടുന്ന ഈ 5 രൂപ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇത് കേൾക്കേണ്ട കാരണം എന്തെന്ന് വെച്ചാൽ ഈ ക്ലൗഡ് സ്റ്റോറേജിന് വന്നിട്ട് 2047 വരയ്ക്കും ടാക്സ് ഇല്ല എന്ന് ഒരു ആര്യം വന്നിരിക്കുന്നതല്ലേ സർ. ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്നാൽ മൈക്രോസോഫ്റ്റ് തന്നെ ഇങ്ങനെ ഇടും. മൈക്രോസോഫ്റ്റ് തന്നെ ഇടും. പക്ഷെ ഇന്ത്യയിൽ അതിന്റെ വേണ്ടിയുള്ള സ്റ്റോറേജ് നിങ്ങൾ വച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് കൊള്ളാമല്ല. ഇന്ത്യയിൽ അവർ തന്നെ വലുതായിരിക്കുന്നു. ഇപ്പൊ ഈ വാങ്ങാൻ പോകുന്നു ജിയോ സ്റ്റോറേജ്. ആരും വാങ്ങത്തില്ല സർ. ബട്ട് ഫ്രീ ആ തന്നിരിക്കുന്നു സർ. അതാണ് ചോദിച്ചത്. വാങ്ങൂല എന്ന് പറഞ്ഞു. പിന്നെ എന്താ? ലോകത്തിൽ 3 പ്ലെയർ തന്നെ. ഒന്ന് അമേസോൺ, ഒന്ന് മൈക്രോസോഫ്റ്റ്. നമ്മളൊക്കെ അങ്ങനെയും നോക്കി ഇരവൽ വാങ്ങിയാൽ തന്നെ ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇല്ല. അതിന്ന് മാർക്കറ്റ് വന്ന് സെൻസസ് നോക്കിയാൽ 2200 പോയിന്റ് വരെ ഇറങ്ങിയിരിക്കുന്നു. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിന് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ എന്താണ് സർ തിരികെ കൈവയ്ക്കുന്നു. നമ്മളെ വ്യൂവേഴ്സ് എല്ലാം നോക്കിയാൽ എല്ലാവരും 10 ലിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, പറയുന്ന സ്റ്റോക്കിനെ വെച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അതിലും പ്രോഫിറ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. പറയണത് വെച്ചിട്ട് F&O ചെയ്യുന്ന ആൾക്കാർ ഇരിക്കാൻ തന്നെയല്ലേ ചെയ്യുന്നു സർ. അവരെയും ബാധിക്കുമല്ലേ സർ. ഈ വ്യൂവേഴ്സിന് STT ടാക്സിന് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ടുവരും. 1 കോടി നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുവാണെങ്കിൽ 2000 ബദൽ 5000 ടാക്സ് കെട്ടണം. പ്രോഫിറ്റ് ആയിരുന്നാലും ശരി, ലോസ് ആയിരുന്നാലും ശരി അല്ലേ. ഇത് തന്നെ F&O മാർക്കറ്റ് തന്നെ ഓടുന്നു. അവർക്കൊക്കെ ഇന്ന് അടിയാണ്. OIന് 10% അടിച്ചിരിക്കുന്നു. BSEന് 12% അടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ സിംഗ് ഇവർ വന്നിട്ട് വിളുന്നോണ്ടേ ഇരിക്കുന്നല്ലേ സർ. ഹിൻഡാൽകോയിൽ നോക്കുവാണെങ്കിൽ തിരിയുന്ന ഒരു ദിവസം 20%, ഞാൻ ഒരു 10%. സിൽവർ ബ്രൈ പ്രോഡക്റ്റ് അത് മനസ്സിലായി. സിൽവർ ലഭിക്കുന്ന ഈ അപ്പ് ആൻഡ് ഡൗൺ വോളറ്റാലിറ്റി വന്നിട്ട് ഇതിന് വരുന്നല്ലേ. അതന്നെ. അസ്റ്റോ വീക്ക വന്നിട്ട് ജിൻഡാൽകോളിനകത്ത് പോകാമാ എന്നൊരു സംശയമുണ്ട് സർ. ഞാൻ പറയുന്നല്ലേ, ഒന്ന് ഏറി അതിൻ്റെ ശേഷം അവിടെ പോയി കൈ വച്ചെന്ന് വെച്ചോ. ഞങ്ങളെ പ്രിൻസിപ്പൽ വണ്ണായിരുന്നു രാം കല്യാൺ. ലൈബ്രറി ക്ലാസ്, സ്പോർട്സ് ക്ലാസ് ഒക്കെ കട്ടടിച്ച നല്ലൊരു പേരം വച്ചിരിക്കും. രമണ എടുത്തിട്ടുണ്ട് കൈ നീട്ട് എന്ന് പറയും. കൈനെ നീട്ടും. അവരെന്ത് പറയുന്നു വെച്ചാൽ 2 അടി ഇരിക്കുന്നു, വേദനിക്കും. ഈ സ്ഥലത്തിൽ പടുവാണെങ്കിൽ വേദനിക്കും. ഇവിടെ പട്ടുമെങ്കിൽ നിന്റെ ഫിംഗർ ഉടയും. ഇനി ഞാൻ പൊറുപ്പേക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മര്യാദയ്ക്ക് കൈ നീട്ട്. നീ ഒളുങ്ങ കൈ നീട്ടി അടി വാങ്ങാൻ നല്ലതെന്ന് പറയും. വെറുതെ തന്നെ വെള്ളി വേണ്ടാണ്ട നോട്ടി ബോയ് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ കൈ നീട്ടി. നല്ല അടി സർ. ആക്ച്വലാ എല്ലാവരും പതറി അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സർ. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറൊക്കെ ചോദിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്താൽ ഇത് തന്നെ ഗതി. ഫാർമ ഇൻഡസ്ട്രിക്കൊക്കെ ഒരു ചില സ്റ്റോക്സ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത് സർ. നിങ്ങൾക്കൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി കട്ട് ചെയ്യുന്നു എന്ന്. പോസിറ്റീവ് ആയി നോക്കുവാണെങ്കിൽ ഈ സൺഫാം ഒക്കെ വന്ന് അവർ നന്നായിരുന്നു. അറ്റ് ദി എൻഡ് 1% തന്നെ അപ്പിലിരിക്കുന്നു. ബയോസിമിലർ ചെയ്തവർക്കൊക്കെ കയറിയിരിക്കും. ഞാൻ അറിഞ്ഞു സൺഫാർമ, ഡോക്ടർ റെഡ്ഡി, സൈഡസ്, കിരൺ മസന്ദറിൻ്റെ കമ്പനി ഇവരൊക്കെ ബയോസിമിലേഴ്സ് ചെയ്യുന്നു.
അതിനുശേഷം റയർ ക്യാൻസർ ഡ്രഗ്സിന് മരുന്ന് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ചീപ്പറായിരിക്കും. ഇതിപ്പോ ഈ ഗോൾഡിന്റെ ഇമ്പോർട്ട് ടാക്സിനെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഇരിക്കുന്നു, അതുപോലെ സിൽവറിന്റെ ഇമ്പോർട്ട് ടാക്സിനെ ഇൻക്രീസ് ചെയ്യാൻ വായ്പ ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. അവർ അതിൽ കയ്യേ വച്ചില്ല എങ്കിൽ ഒരു പ്ലാൻ അതിൽ എന്തായിരിക്കും സർ? എന്നുവെച്ചാൽ ഇതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പറയണേ. അതായത് സാർ ഈ ഇങ്ങനെ ബോൾ ഇടുന്നത് നിങ്ങൾ നോക്കിയിരിക്കുമല്ലേ സാർ? ഇപ്പൊ നിങ്ങൾ പറയണത് വെച്ച് തന്നെ ഗോൾഡ് വാങ്ങണോ സിൽവർ വാങ്ങണോ? ആ സിൽവർ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, ഗോൾഡ് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയാമോ സാർ? അതൊക്കെ വലിയച്ഛൻ കണ്ണുവിളിച്ചിട്ടില്ല. ഇപ്പൊ കൺവിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സാർ മനസ്സിലാവുന്നില്ല? സ്മഗ്ലിംഗ് കയറുമെന്ന് നിനക്കറിയാമല്ലോ. അതെ സാർ. അവരും ആ സ്മഗ്ലിംഗ് കയറും എന്ന ഒരു പേടിയിൽ ചുമ്മാ ഇരിക്കുന്നു. എന്നാ വരയ്ക്കും നല്ലതെന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന സാർ. അതേ തന്നെ വർണ്ണ വരയ്ക്ക് നല്ലത് എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഈ ബഡ്ജറ്റ് കാരണം ഈ മാർക്കറ്റിൽ ഈ കോമൺ പീപ്പിൾസിന് ഏതെങ്കിലും നല്ലതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാർ? ആർക്കും ഒരു നല്ലതുമില്ല. മുമ്പേ GST കാണാതെ പോയത് തന്നെ. ഇൻകം ടാക്സും ഇല്ല. വേറെ എന്ത് നല്ലതായിട്ടിരിക്കും? ഇപ്പൊ സ്റ്റോക്ക് എടുക്കുമ്പോൾ എല്ലാ സ്റ്റോക്കും ആൽമോസ്റ്റ് വിളുന്നിരിക്കുന്നു. മാർക്കറ്റ് കിടപ്പിലാണ് സാർ ഇരിക്കുന്നു. ലിറ്ററലാണ് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും? ഈ പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന എല്ലാ സ്റ്റോക്കും വിളുന്നിരിക്കുന്നതല്ലേ, കൺസിഡർ ചെയ്യ് എന്ന് പറയും. ഇപ്പൊ ഞാൻ എന്ത് പറയുന്നു പോകാൻ എന്നാൽ, പറ്റില്ലല്ലോ സാർ. ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പുറകെ പോവണ്ട എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞായിരുന്നു തിരികെ. നിങ്ങളൊക്കെ ലോങ് ടേം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. പെട്ടെന്ന് ഈ സാർ ഇപ്പോൾ മൈക്ക് ഇട്ടോണ്ടിരുന്നു സം ന്യൂസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1500 പോയിന്റ്സ് മൈക്കിനെ ഇട്ടുകൊണ്ട് മാർക്കറ്റ് എന്തിടാ എന്ന് ചോദിച്ചാൽ 1300 പോയിന്റ്സ്. 1500 ഇരുന്ന് 2300 പോയി. നമുക്ക് ഇതിന്റെ മുമ്പാണ് ഇത് നടന്നു തീർന്നത്. നിമിഷം സംസാരിച്ചിട്ട് പറഞ്ഞകത്ത് 2800 തൊട്ടുണ്ട്. തിരികെ 1500 1200 വന്നു. ഭയങ്കര വോളറ്റൈലായിരുന്നു സാർ. 1000 പോയിന്റ് വോളറ്റൈൽ സാർ. ഇത് ഇത്രയും ദൂരം ഇറങ്ങിയ കാരണം മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷെ ഏറിയ കാരണം നമ്മൾ ഫോണിട്ട് പറഞ്ഞിരിക്കും വാങ്ങാൻ. സത്യം സിപ്പിട്ടിരിക്കുന്നല്ലേ, കാശിനെ കരിയാക്കാൻ 4 പേരെടുത്ത് കൊടുത്തു വച്ചിരിക്കുന്നല്ലേ. പേര് നിന്റെ കാശിനെ അവൻ കരിയാക്കും. അവൻ കാശിനെ ഇടത്തില്ല, നിന്റെ കാശിനെ ഇട്ട് അവൻ കരിയാക്കിക്കൊണ്ടിരിക്കും. ജെറ്റെ പൊരുത്തം മട്ടിൽ ഒരു കോമഡി ഒന്നും ഉണ്ട് സാർ. പേപ്പറിനെ കൊടുത്ത് പഠിച്ചു പാര് എന്ന് പറയും, ഒന്നുമില്ല കിളിച്ചിടെന്ന് പറയും. ഒരു കോമഡി ഒന്നും വരും സാർ, ആണ് ഈ ബഡ്ജറ്റ്. അതുപോലെ തന്നെ സാറും പറയുന്നു ഇപ്പോൾ 7 വർഷത്തിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിരിക്കുന്നു. എന്താണ് പ്ലാൻ എന്ന് ഇപ്പൊ ഇതുവരെ അറിയാൻ പറ്റുന്നില്ല അല്ലേ? ഡെഫിനറ്റ് ആയിട്ട് ഒരു 500 പോയിന്റ് അടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇടും, പിന്നെ എത്രയും ദൂരമാണ് അധികമിക്കും. അല്ല എന്നെ പോലെ ഇന്ന് പട്ടാസ് ലിസ്റ്റിന് നോക്കി മാത്രമേ ഇരുന്നവർ വളരെ സൂക്ഷിച്ചിരിക്കണം. നാളെയും ഇറങ്ങേണ്ട ചാൻസസ് ഇരിക്കുന്നു. ഇന്ന് വിട്ടതിനെ നാളെയെങ്കിലും പിടിക്കാൻ നോക്കാം. വെള്ളിയിലെ പുറകെ മാത്രം പോകരുത്. ചീപ്പായി ഇരിക്കുന്നതെന്ന് വാങ്ങരുത്. ഒരു ബൗൺസ് ഇരിക്കും എന്ന് വാങ്ങരുത്. താളെ ഇറങ്ങേണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. അത് പേപ്പർ ആണ്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.